നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനെതിരെ കോൺഗ്രസിന്റെ സൈബർ ഭീഷണി. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ, എടരിക്കോട്, ചുടലപ്പാറ, പൂഴിക്കുന്നിൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം നടന്നതായി പരാതി. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവ് തീ കൊളുത്തി ആത്മഹത്യാ ശ്രമം നടത്തിയതായി റിപ്പോർട്ട്. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതിൽ ദുരൂഹത. അട്ടപ്പാടിയിൽ ശിശുമരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ വിവിധ മുന്നണികൾ അധികാര പ്രതീക്ഷയിൽ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ ഭീഷണിയുമായി കോൺഗ്രസ് സൈബർ വിഭാഗം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘാംഗം സന്ദീപിനെതിരെയാണ് ഭീഷണി. ഭരണം കിട്ടിയാൽ കൈകാര്യം ചെയ്യും എന്ന തരത്തിൽ സൈബർ ഇടങ്ങളിൽ വ്യാപക പ്രചാരണമാണ് നടക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് ഈ ഭീഷണി സന്ദേശങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനായ സന്ദീപിന്റെ ചിത്രം സഹിതമാണ് കണക്ക് തീർക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള പോസ്റ്റുകൾ വരുന്നത്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയത് സന്ദീപ് അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അന്ന് നടന്ന സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ, എടരിക്കോട്, ചുടലപ്പാറ, പൂഴിക്കുന്നിൽ സാമൂഹിക വിരുദ്ധരുടെ അക്രമം നടന്നതായി പരാതി. 3 വീടുകളുടെ വിറകുപുരകൾക്ക് നേരെ ഒരേ സമയത്ത് തീപിടിച്ചതോടെ പ്രദേശത്ത് വലിയ ഭീതി പടർന്നു. ഇല്ലിങ്ങൽ സൈതലവി, പാലപ്പുറ ഷൗക്കത്തലി, മുജീബ് എന്നിവരുടെ വീടുകളുടെ വിറകുപുരകളിലാണ് പുലർച്ചെ ഏകദേശം 4 മണിയോടെ തീ പടർന്നത്. ഇവരുടെ വീടുകൾക്കും ഭാഗികമായി തീപിടിച്ചു. പാലപ്പുറ ഷൗക്കത്തലവിയുടെ വിറകുപുര പൂർണ്ണമായും കത്തിനശിച്ചു. തീ വീടിന്റെ കിടപ്പുമുറിയിലേക്കും പടർന്നു. ഫർണിച്ചർ, സീലിംഗ് ഫാൻ എന്നിവയും നശിച്ചു. 3 വീടുകളിലും ഒരേ സമയം തീ പടർന്നത് ബോധപൂർവമായ ആക്രമണമാണെന്ന സംശയം ശക്തമാകുന്നു. വീടുകളിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്നുണ്ടായിരുന്നു. തീ പെട്ടെന്ന് നിയന്ത്രിക്കാനായതോടെ വലിയ ദുരന്തം ഒഴിവായി. എങ്കിലും വീടുടമയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവ് തീ കൊളുത്തി ആത്മഹത്യാ ശ്രമം നടത്തിയതായി റിപ്പോർട്ട്. ആദിവാസി ഉന്നതിയിലെ സുരേഷ് ആണ് തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ചായിരുന്നു തീ കൊളുത്തിയത്. ശരീരത്തിൽ തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയതായാണ് വിവരം. സംഭവത്തെ തുടർന്ന് പോലീസ് ഉടൻ ഇടപെട്ടു. ഏകദേശം 90% പൊള്ളലേറ്റ യുവാവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലവും സാഹചര്യങ്ങളും സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതിൽ ദുരൂഹത. പെൺകുട്ടിയുടെ വാദം കേൾക്കാതെയാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടി. വിവാഹത്തിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത്. ജനന തീയതി 2008 എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റിലുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതിയാണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പെൺകുട്ടി ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും പാൻ കാർഡ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സാഹചര്യം നിലനിൽക്കെയാണ് വിവാഹത്തിന് ശേഷം പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തത്. അട്ടപ്പാടിയിൽ ശിശുമരണം. 10 മാസം പ്രായമുള്ള ദക്ഷിണയാണ് മരിച്ചത്. ഷോളയൂർ വെച്ചപ്പതിയിൽ ചന്ദ്രശേഖരൻ, മിന്നൽ റാണി ദമ്പതിമാരുടെ പെൺകുട്ടിയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 5:30-നാണ് കുഞ്ഞു മരിച്ചത്. പനിയും ശ്വാസതടസ്സവുമായി ഞായറാഴ്ച ആനക്കട്ടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് പെരിന്തൽമണ്ണയിലേക്കും മാറ്റുകയായിരുന്നു. കുട്ടിക്ക് ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു.